ഇത് കൈതേരിയിലുള്ള ഒരു വീട്ടിൽ സംഭവിച്ചതാണ്. എന്താ അല്ലേ, ഒരു ഫ്രിഡ്ജിൽ നിന്നുണ്ടായ സ്ഫോടനമാണ്. വീടിൻ്റെ അടുക്കള കംപ്ലീറ്റ് ഫുള്ള് ബാധിച്ചിന് കംപ്ലീറ്റ് ആയിട്ട്. അടുക്കളയിലുള്ള ഒരു സാധനം ഇനി നഷ്ടപ്പെടാൻ ബാക്കിയില്ല. അത്രയും വലിയ നഷ്ടമാണ് സംഭവിച്ചത്. വൻ സ്ഫോടനം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വീട്ടിൽ ആളില്ല സമയത്താണ് സംഭവം നടന്നത്. ഇത് രാത്രി ഒരു 6:30ക്കും 7:30ക്കും ഇടയിലായിരിക്കണം ആണ് സംഭവിച്ചത് സംഗതി. അപ്പോൾ വീട്ടുകാർ പുറത്ത് പോയതായിരുന്നു കുറച്ച് പർച്ചേസിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്താണ് സംഭവിച്ചത്. വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ വളരെ ഭീകരമായിരുന്നു. മുഴുവനായിട്ട് വീടിൻ്റെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത്. വീടിന് ഇനിയൊന്നും നഷ്ടപ്പെടാൻ ബാക്കിയില്ല. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ജീവന് ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല. അത് മഹാഭാഗ്യമാണ്. ഇപ്പോൾ രാത്രി സന്ധ്യാസമയത്ത് ഈ വീട്ടിൽ നിന്ന് വൻ ഭീകരമായിട്ടുള്ള സൗണ്ടും ഒരു ചെറിയൊരു വെട്ടവും കണ്ടപ്പോൾ തൊട്ട് മുന്നിലുള്ള വീട്ടുകാർ ഇവരെ വിളിച്ചറിയിച്ചപ്പോൾ ഇവർ കരുതി വല്ല കള്ളനോ മറ്റോ ആണെന്ന് കരുതി പെട്ടെന്ന് തന്നെ പർച്ചേസ് മതിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുക. ഫ്രിഡ്ജ് അടക്കം കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും ബാക്കിയില്ല, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ ഫ്രിഡ്ജ് അടക്കം കത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. ആകെ വെപ്രാളപ്പെട്ടുള്ള വീട്ടുകാർ പെട്ടെന്നുള്ള സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടിയ ബക്കറ്റും വെള്ളം എടുത്തിട്ട് കുറേയൊക്കെ അണച്ചു കളഞ്ഞു. എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ഒരുപാട് നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ഫ്രിഡ്ജിൻ്റെ പ്ലഗ് വരെ ബാക്കിയില്ല. ഷെൽഫ് കാര്യങ്ങൾ, കിച്ചൺ ക്യാബിൻ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത്. ഈ അടുത്തായിട്ടാണ് കിച്ചൺ ക്യാബിനൊക്കെ ഒന്ന് പണിയെടുപ്പിച്ച് ഫിറ്റ് ചെയ്തത് തന്നെ. അതിന് ശേഷമാണ് ഇങ്ങനെയൊരു സ്ഫോടനം നടക്കുന്നത്. മിക്സി, പിന്നെ വാർപ്പിൻ്റെ തേപ്പ് എല്ലാം തേപ്പൊക്കെ അടർന്ന് വീണ അവസ്ഥയാണുള്ളത്. അത്രയും ഭീകരമായിട്ടുള്ള സ്ഫോടനമായിരുന്നു. ആ സമയത്ത് അവിടെ വീട്ടുകാരില്ലാത്തത് മഹാഭാഗ്യം. ദൈവാധീനം കൊണ്ടാണ് വീട്ടുകാരില്ലാത്തത്. അങ്ങനെയാണെങ്കിൽ വീട്ടുകാർ ജീവൻ അപകടത്തിലായ തന്നെ. അത് ദൈവഭാഗ്യം കൊണ്ടാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പുകയിലുള്ള വേസ്റ്റ് വീട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഓരോ മുക്കിലും മൂലയായിട്ട് അടിഞ്ഞു കൂടി നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ട്രാജഡിയാണ്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വണ്ണൻ വല പോലെ ഇങ്ങനെ ആളി പടർന്നിട്ട് പുക എല്ലാ റൂമിലേക്കും സ്പ്രെഡായിട്ട് എല്ലാ മുക്കിലും മൂലയിലും ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പുകയാണ് ഒട്ടി നിൽക്കുന്നത്. വണ്ണം വരുന്നല്ല, കാണുമ്പോൾ അങ്ങനെ തോന്നി വെക്കാം. പക്ഷെ പ്ലാസ്റ്റിക്കിൻ്റെ പുകയാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ട്. പ്ലാസ്റ്റിക് കത്തിയതിൻ്റെ സ്മെല്ലുണ്ട്. പിന്നെ അടുക്കളയുടെ ആ ജനൽ തുറന്നത് കൊണ്ട് മാത്രം കുറേ പുകയെല്ലാം